ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് എല്ലാവർക്കും അട്രാക്ഷൻ തോന്നണമെങ്കിൽ നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഈ തരത്തിൽ നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കി അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ അധികം ടിപ്സ് ഉണ്ട്. ഏകദേശം ഒരു 7 ടിപ്പ്. ഈ 7 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രസ് ഫോർ സക്സസ് ആണ്. അതായത് നിങ്ങൾ എപ്പോഴും ധരിക്കേണ്ട വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ ഗുഡ് ആൻഡ് കംഫോർട്ട് ആക്കി വെക്കുന്ന ഡ്രസ്സസ് ആയിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ലാത്ത വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ ധരിക്കരുത്. അല്ലാതെ മറ്റുള്ളവർ ആ ഒരു വസ്ത്രം ഇട്ടു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ എടുത്തിടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വസ്ത്രം ഇടുന്നതിലൂടെ ഒരു കോൺഫിഡൻറ്റും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ദിവസം തന്നെ ഒരു ഫ്ലോപ്പ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ധരിക്കുന്നു എന്ന് നോക്കി വസ്ത്രം ധരിക്കാതെ നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വസ്ത്രം അത് മാത്രം ധരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സ്മൈലാണ്. ജെന്യുവൻ ആയിട്ടുള്ള സ്മൈല്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ കാണുമ്പോഴത്തേക്ക് വെറുതെ ഒരു പരിചയമില്ലെങ്കിൽ വെറുതെ ഒന്ന് ചിരിക്കാറില്ലേ? അതുപോലെയല്ല, നിങ്ങൾ ജെന്യുവൻ ആയിട്ട് ചിരിക്കുക. നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ ഈ ചിരി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ജെന്യുവൻ ആയിട്ട് ഒന്ന് ചിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളിലേക്ക് എല്ലാവർക്കും ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിക്കാതെ ജെന്യുവൻ ആയിട്ട് തന്നെ ചിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, മേക്ക് ഐ കോണ്ടാക്റ്റ് ആണ്. അതായത് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് മിണ്ടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങൾ അവരോട് ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് മിണ്ടാൻ നിങ്ങൾക്കൊരു താല്പര്യമുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങളുമായിട്ട് ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ നോക്കുക, അല്ലെങ്കിൽ താഴത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. ഇതൊക്കെ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് കാണിക്കുക. മറിച്ച് നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സ്പീക്കിംഗ് ആണ്. അതായത് സംസാരം തന്നെ. നിങ്ങളോട് ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് അവരോട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് ചോദിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളൊരു ഫീല് അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടമൊക്കെ തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരു വ്യക്തി വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മാക്സിമം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിന്ന് കേൾക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് തന്നെ ചോദിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഹാവ് എ സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. അതായത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ലാഫ്റ്റർ ഈസ് എ ഗ്രേറ്റ് വേ ടു ബ്രേക്ക് ദ ഐസ് ആൻഡ് ക്രിയേറ്റ് എ കണക്ഷൻ. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ എപ്പോഴും റഫായിട്ട് മാത്രം സംസാരിക്കുക, പ്രത്യേകിച്ച് ഹ്യൂമറോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ്റെ അകത്തേക്ക് കൊണ്ടുവരാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര റഫ്നെസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലേ. പക്ഷേ നിങ്ങൾ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊട്ടിച്ചിരിക്കുകയാണെങ്കിലോ അടുത്ത തവണ നിങ്ങളെ കാണുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി ഓടി വന്ന് നിങ്ങളോട് സംസാരിക്കുക, ആ ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിങ്ങളോട് ഒരു കണക്ഷൻ തോന്നാൻ വേണ്ടി ഒരുപാട് ചെയ്യും. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല,
ബി ഓപ്പൺ ടു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കംഫർട്ട് സോണിൽ മാത്രം നിൽക്കാതെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ എപ്പോഴും ഞാൻ എൻ്റെ ആ ഒരു കംഫർട്ട് സോണിൽ മാത്രമാണ് നിൽക്കത്തുള്ളൂ, പുതിയതായിട്ടൊരു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല, ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 6ാമത്തെ കാര്യം. ഇനി 7ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 7ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബി എ ഗുഡ് ഫ്രണ്ട് ആണ്. അതായത് ആളുകൾ എപ്പോഴും വരുന്നത് അവർക്ക് നല്ല സപ്പോർട്ടീവും അല്ലെങ്കിൽ ഒരു കൈൻഡ് ആയിട്ടുള്ള ഹേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ അടുത്തേക്കായിരിക്കും അല്ലേ. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിഷമത്തിൽ ഒരു വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു കൈൻഡ് ഹേർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ എല്ലാ ആളുകളും നിങ്ങളുടെ അടുത്തേക്ക് വരും, ശരിയല്ലേ. നിങ്ങളും കൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇങ്ങനെ കൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം നിങ്ങളുടെ വിഷമമാണ്, മറ്റുള്ള വ്യക്തികളെ സഹായിക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഇതാണ് നമ്മുടെ 7ാമത്തെ പോയിന്റ്. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.